രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ലോകത്തെ നടുക്കിയ തടവറയാണ് അമേരിക്കയുടെ ഗ്വാണ്ടാനാമോ ബേ ജയിൽ. കൊടും ഭീകരരെ അതീവ സുരക്ഷയിൽ പാർപ്പിക്കുന്ന ഗ്വാണ്ടാനാമോ മനുഷ്യാവകാശ ധ്വംസനകളുടെ നിഗൂഢത നിറഞ്ഞ ഇരുണ്ട തടവറ എന്ന നിലയിൽ കുപ്രസിദ്ധമാണ്. ഗ്വാണ്ടാനാമോയ്ക്ക് ശേഷം മറ്റൊരു തടവറ കൂടി ലോകവാർത്തയിൽ ചർച്ചയാകുന്നു. മനുഷ്യാവകാശങ്ങളുടെ തമോഗർത്തം എന്ന വിശേഷണമുള്ള എൽ സാൽവദോറിലെ ടെററിസം കൺഫൈൻമെന്റ് സെന്ററാണ് ആ തടവറ. എന്തുകൊണ്ടാണ് ടെററിസം കൺഫൈൻഡ് സെന്റർ ചർച്ചയാകാൻ കാരണമെന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് ലോകം പോയ വാരത്തിലെ അടുത്ത വാർത്ത. കുറ്റകൃത്യങ്ങൾ കൊണ്ടും കൊടും ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം കൊണ്ടും കുപ്രസിദ്ധമായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോർ. ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും നിർഭയം രാജ്യത്തെ നിയമം കയ്യിലെടുത്തപ്പോൾ എൽ സാൽവദോറിൽ ദിവസവും മരിച്ചു വീണത് നൂറുകണക്കിന് ആളുകൾ. യുഎസിലെ മാസച്യൂസെറ്റ്സ് സംസ്ഥാനത്തേക്കാൾ ചെറുതാണ് എൽ സാൽവദോർ. ഏകദേശം 21,041 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ജനസംഖ്യ 65 ലക്ഷം. 2019 നയീബ് ബുക്കാലെ പ്രസിഡന്റ് പദവിയിലെത്തിയതിനു പിന്നാലെ ക്രിമിനൽ സംഘങ്ങളെ നിർദാക്ഷിണ്യം അടിച്ചൊതുക്കാൻ ആരംഭിച്ചു. ഒരു വർഷം നീണ്ട ഗുണ്ടാ വിരുദ്ധ ഓപ്പറേഷനിലൂടെ കൊടും ക്രിമിനലുകളായ 65,000 പേരെ അറസ്റ്റ് ചെയ്തു. ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന പേരിൽ 1 ലക്ഷത്തോളം പേരെ പാർപ്പിക്കാൻ സൌകര്യമുള്ള കൂറ്റൻ തടവറ പണിതു. രാജ്യത്തെ സമാധാനം കെടുത്തിയ 84,000-ഓളം പേരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കി. അറസ്റ്റ് ചെയ്തവരിൽ നിരപരാധികളും ഉണ്ടെന്നാരോപിച്ച് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. അത്തരം വിമർശനങ്ങളെയെല്ലാം അവഗണിച്ച നയീബ് ഭരണകൂടം ക്രിമിനലുകളെയെല്ലാം തേടിപ്പിടിച്ച് അഴിക്കുള്ളിലാക്കി. തടവുകാരെ ചങ്ങലക്കിട്ട് കുടുസായ സെല്ലുകളിൽ തള്ളുന്നതിന്റെയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് സർക്കാർ തന്നെ പുറത്തുവിട്ടു. മറ്റു ക്രിമിനലുകൾ കണ്ടുപഠിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ. മാത്രവുമല്ല, അഴിക്കുള്ളിലായവർ ഒരിക്കലും പുറം ലോകം കാണില്ലെന്നും ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇതോടെ മരുഭൂമിയിലെ നരകം എന്നറിയപ്പെട്ടിരുന്ന ഗ്വാണ്ടനാമോ ബേ തടവറയ്ക്ക് ശേഷം എൽ സാൽവദോറിലെ ജയിൽ ലോകമെങ്ങും അറിയപ്പെട്ടു. എൽ സാൽവദോറിലെ കുപ്രസിദ്ധമായ ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന തടവറ അടുത്തിടെ വീണ്ടും ലോകവാർത്തകളിൽ നിറഞ്ഞു. അമേരിക്കയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എൽ സാൽവദോറിലെ ജയിൽ വാർത്താ പ്രാധാന്യം നേടിയത്. യുഎസിലെ ക്രിമിനലുകളെ പാർപ്പിക്കാൻ ജയിൽ വാടകയ്ക്ക് കൊടുക്കുകയാണ് എൽ സാൽവദോർ. ഇതിന് നല്ലൊരു തുക വാടകയായി അമേരിക്ക എൽ സാൽവദോറിന് നൽകും. ലോകത്ത് ഒരിടത്തും മുൻപ് കേട്ടിട്ടില്ലാത്ത അസാധാരണമായ കുടിയേറ്റ ഉടമ്പടിക്കാണ് യുഎസും എൽ സാൽവദോറും തയ്യാറായിരിക്കുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും എൽ സാൽവദോർ പ്രസിഡന്റ് നയീബ് ബുക്കാലെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തടവറ വാടകയ്ക്ക് നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. ആധുനിക കാലത്ത് ഒരു രാജ്യവും സ്വന്തം പൌരന്മാരെ വിദേശ രാജ്യത്തെ ജയിലിൽ തടവിലിട്ടിട്ടില്ലാത്തതിനാൽ അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര കോടതികളിൽ കയറുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ മുതൽ യുഎസ് പുറത്താക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെയും ടെററിസം കൺഫൈൻമെന്റ് സെന്ററിൽ പാർപ്പിക്കുമെന്നാണ് എൽ സാൽവദോർ സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിമിനലുകളുടെ പേരിൽ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുതള്ളാനൊരിടമായി എൽ സാൽവദോറിലെ തടവറയെ ട്രംപ് ഭരണകൂടം മാറ്റുമെന്നുള്ള വിമർശനവും ശക്തമാണ്. എൽ സാൽവദോറിൽ നിന്നുള്ള 2.32 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോഴും യുഎസിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നാടുകടത്തലിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചിരുന്നത് ജോ ബൈഡൻ സർക്കാരായിരുന്നു. ഇവരെക്കുറിച്ച് ട്രംപ് ഇതുവരെയും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 2023 ടെററിസം കൺഫൈൻമെന്റ് സെന്റർ അഥവാ CECOT തടവറ തുറക്കുന്നത്. വലിപ്പം കൊണ്ട് മാത്രമല്ല ഈ തടവറ ലോകശ്രദ്ധയിലെത്തുന്നത്. തടവുകാരോടുള്ള സമീപനമാണ് ജയിലിനെ കുപ്രസിദ്ധമാക്കുന്നത്. ഈ തടവറയിൽ അകപ്പെട്ടാൽ പിന്നെ പുറം ലോകം കാണുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തൊഴിലും തടവുകാരെ പരിശീലിപ്പിക്കുന്നില്ല. ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഭരണകൂടം അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. തടവുകാരെ സന്ദർശിക്കുവാൻ ആരെയും അനുവദിക്കുകയുമില്ല. വീഡിയോ ലിങ്ക് വഴി കോടതിയിൽ ഹാജരാകുവാനും ദിവസവും അരമണിക്കൂർ വ്യായാമത്തിനും മാത്രമേ തടവുകാരെ സെല്ലിൽ നിന്ന് പുറത്തിറക്കൂ. ഈ അരമണിക്കൂർ ഒഴികെയുള്ള മുഴുവൻ സമയവും ഒന്നും ചെയ്യാനില്ലാതെ തള്ളി നീക്കുകയാണ് തടവുകാർ. കൊടിയ പീഡനങ്ങൾ കാരണവും തടവുകാർ പരസ്പരം ആക്രമിക്കുന്നതുകൊണ്ടും നിരവധി പേർ അഴിക്കുള്ളിൽ ദിവസവും മരിച്ചു വീഴാറുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കാതെയാണ് പലരെയും തടവറയിലിട്ടിരിക്കുന്നത്. ക്രിമിനലുകളെ ഒതുക്കുന്നതിന്റെ പേരിൽ മനുഷ്യത്വരഹിതമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്നാണ് ആക്ഷേപം. ക്രിമിനലുകളുടെ രാജ്യമെന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മധ്യ അമേരിക്കയിലെ സുരക്ഷിതമായ രാജ്യമെന്ന നിലയിലേക്ക് എൽ സാൽവദോറിനെ മാറ്റിയെടുക്കാൻ ചിലപ്പോഴൊക്കെ കർശന നടപടികൾ വേണ്ടിവരുമെന്ന പക്ഷക്കാരനാണ് പ്രസിഡന്റ് നയീബ് ബുക്കാലെ.
ഗുണ്ടാ സംഘങ്ങളെ ഭയപ്പെടാതെ ജീവിക്കാം എന്ന സാഹചര്യം രാജ്യത്തുണ്ടായതോടെ ബുക്കലെയുടെ ഭരണത്തിനും സുരക്ഷാ സേനയ്ക്കും എൽ സാൽവദോറിൽ വൻ സ്വീകാര്യതയും ലഭിച്ചു. ടെററിസം കൺഫൈൻമെന്റ് സെന്ററിലെ 8 ബ്ലോക്കുകളിലെ ഓരോ സെല്ലിലും 70ഓളം തടവുകാരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. 4 നിലകളിലായി ലോഹം കൊണ്ട് നിർമ്മിച്ച കിടക്കകളാണ് തടവുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. 70 തടവുകാർക്ക് 2 സിങ്കുകളും 2 ടോയ്ലറ്റും മാത്രമാണ് ഓരോ സെല്ലുകളിലുമുള്ളത്. സെല്ലിന് മുകളിലൂടെ നടന്ന് തോക്കുധാരികളായ ജീവനക്കാർ തടവുകാരെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രാത്രി മാത്രമല്ല, പകൽ വെളിച്ചത്തിലും ശക്തിയേറിയ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇടുങ്ങിയ സെല്ലുകളിൽ പകൽ സമയത്ത് 35 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് തടവുകാർ ഞെരുങ്ങി കഴിയുന്നത്. ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെ 57 ഏക്കർ പ്രദേശത്താണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ജയിൽ നിർമ്മാണത്തിന് വേണ്ടി $115 മില്യൺ അമേരിക്കൻ ചെലവഴിച്ചുവെന്നാണ് എൽ സാൽവദോർ പ്രസിഡന്റ് നയീബ് ബുക്കലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിമിനലുകൾക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കി നിർമ്മിച്ച ജയിൽ എന്നാണ് ടെററിസം കൺഫൈൻമെന്റ് സെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകമെങ്ങും വിമർശനങ്ങൾക്ക് വഴിതെളിച്ച ഗ്വാന്റനാമോ ജയിലിന് പിന്നാലെയാണ് എൽ സാൽവദോറിൽ അമേരിക്ക വാടകയ്ക്കെടുക്കുന്ന തടവറയും വാർത്തകളിൽ നിറയുന്നത്.